ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജു ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന എൻ്റെ ട്യൂട്ടോറിയൽ സെക്ഷൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സ് കാണാത്തവരാണെങ്കിൽ ദയവായി അത് കണ്ടിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീസിലോ ഡിസ്കഷൻസിലോ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പ്സുമായി ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സിൽ ഫണ്ടമെൻ്റൽസിൻ്റെ ബേസിക് കാര്യങ്ങൾ നോക്കി, ടെക്നിക്കൽസിൻ്റെ ബേസിക് കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം നമുക്കിന്ന് ഫസ്റ്റ് തന്നെ ക്യാഷ് ഫ്ലോനെ കുറിച്ച് നോക്കാം. നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മുടെ സ്ക്രീനർ ഡോട്ടിൻ്റെ സൈറ്റിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ പോർഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണിത്. അപ്പോൾ ഇതിൽ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ്. അതായത് ആദ്യം ഇതിൽ മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ട് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അതായത് നമ്മൾ ഒരു ബിസിനസ് നടത്തി, നമ്മൾ സെയിൽസ് നടത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് എത്ര ക്യാഷ് വന്നു, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മളിൽ എത്ര ക്യാഷ് വന്നു. ഫസ്റ്റ് ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ പറ്റും. ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ പറ്റും. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എഴുത്തുകുത്തിൽ നമുക്ക് എത്ര പൈസ ലാഭമായിട്ട് കിട്ടിയെന്നുള്ളതാണ്. അതായത് നമ്മൾ ബിസിനസ് നടത്തി, സെയിൽസ് നടത്തി, കച്ചവടം നടത്തി കഴിഞ്ഞിട്ട് ബാക്കി ഇത് നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണ് നമ്മുടെ ലാഭം, അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ബാക്കി അത് കഴിഞ്ഞിട്ട് ഒരുപാട് ചിലവുകൾ വേറെയും ഉണ്ട്. പക്ഷേ എന്നാലും ഫസ്റ്റ് നമ്മളതിൽ കിട്ടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് ഈ നമ്മൾ കാണുന്നത്, ഈ ഒരു തുക. അപ്പോൾ ഈ ഒരു തുക നമ്മളതിൽ ക്യാഷായിട്ട് എത്ര വന്നു, അതാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് കാണുന്ന ഈ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ, ആണല്ലേ, ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അതാണ് നമ്മൾ നേരത്തെ എത്ര ബിസിനസ് നടത്തി അതിൽ നിന്ന് വരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്കിവിടെ ക്യാഷ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മളൊരു കമ്പനി നോക്കാൻ നേരത്ത് ഫസ്റ്റ് നോക്കേണ്ടത്. അതായത് കമ്പനി അവരുടെ ബിസിനസ് നടത്തി പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നല്ല എഴുത്തുകൂത്തിൽ പറയുന്നുണ്ട്, പക്ഷേ ആക്ച്വലി ആ ക്യാഷ് ഇവിടെ വരുന്നുണ്ടോ, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഈ ക്യാഷ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ട്രേഡ് റിസീവേഴ്സിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുക. അതായത് നമ്മളെ ക്യാഷ് വന്നിട്ട് പകരം ആ ഒരു പോർഷനിൽ കിട്ടാനുള്ള പൈസയിലോട്ട് അത് മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ ഫർദർ എന്താ പറയുക, ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പ്ലസിൻ്റെ സിമ്പിൾ ഉണ്ടായിരുന്നു, അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് താഴെ ഇത്ര ഐറ്റംസ് ഇവിടെ എന്താ പറയുക ഇവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണിക്കുക. അതിൻ്റെ അകത്ത് ഇതിപ്പം ഒന്നുകൂടെ ബാക്ക് അടിച്ച് കാണിച്ചുതരാം. ഇപ്പം ജസ്റ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഫർദർ ബ്രേക്ക് ഡൗൺ ഇവർ കാണിക്കും. ആദ്യം ഇതെല്ലാം കൂടെ കൂട്ടി ചേർത്ത് ഈ ഒരു ക്വാർട്ടറിൽ ഈ റിസൾട്ട് വന്ന സമയത്ത് മൊത്തത്തിൽ എത്രയായിരുന്നു ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഫർദർ ബ്രേക്ക് ഡൗൺസ് കാണിച്ചു തരും. ഓക്കെ, ഈ ഫർദർ ബ്രേക്ക് ഡൗണിൻ്റെ അകത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അനലൈസ് ചെയ്യാം. ഇതിൽ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആ തുക. അത് കഴിഞ്ഞിട്ട് റിസീവേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കമ്പനിക്ക് എവിടെന്നെങ്കിലും കുറച്ച് പൈസ ട്രേഡ് റിസീവേബിളിൽ പണ്ടത്തെ കിട്ടാനുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെയാണ് റിസീവേഴ്സ് എന്ന് പറയുന്നത്. ഇനി പേയബിൾസ് എന്ന് പറഞ്ഞാൽ കമ്പനി കൊടുക്കാറുണ്ട് വരുന്ന പൈസ, അത് നമ്മൾ പേയബിൾസിൽ വരും. അതെല്ലാം മൈനസിലാണ് വന്നേക്കുന്നത്, കണ്ടോ. ഇനി വേറെ എവിടെന്നെങ്കിലും പൈസ കുറച്ച് ഇങ്ങോട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് പ്ലസ്സിൽ വരും. അപ്പം അത് നോക്കിയോണം, മൈനസിലാണ് കൊടുക്കാനുള്ളതാണോ കൊടുത്തു തീർത്തത്, അത് വേറെയാണോ എടുത്തു വെച്ചതെന്ന് നമ്മൾ നോക്കണം. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതെല്ലാം പ്ലസ്സിലായിരിക്കും, അത് അതിൻ്റെ സൈഡിൽ സിമ്പിളൊന്നും കാണത്തില്ല. പക്ഷേ നമ്മളെ നിന്ന് അങ്ങോട്ട് പോയതെല്ലാം മൈനസിലായിരിക്കും, അതിലെല്ലാം മൈനസ് സിമ്പിളാണ്, കണ്ടോ, ഇതിനെല്ലാം മൈനസ് സിമ്പിളുണ്ട്. ഇത് നമ്മുടെ നിന്ന് പൈസ അങ്ങോട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, നമ്മൾ അങ്ങോട്ട് ലോൺസോ അഡ്വാൻസസോ കൊടുത്തിട്ടുണ്ടോ, ലോൺസോ അഡ്വാൻസസോ എടുത്തിട്ടുണ്ടോ എന്നല്ല നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്പനി എന്തെങ്കിലും എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ, അതെല്ലാം മൈനസിലായിരിക്കും മിക്കവാറും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. പിന്നെയുള്ള ഓപ്പറേറ്റിംഗ് ബോറോയിങ്സ്, എന്തെങ്കിലും കടം എടുക്കുന്നതാണ്. അപ്പോൾ കടം എടുക്കുകയാണെങ്കിൽ അത് മൈനസിലും, കടം നമ്മൾ എടുത്തത് കൊടുത്തു തീർക്കുകയാണെങ്കിൽ അത് പ്ലസ്സിലും വരും. ഓക്കെ, അത് നോക്കിക്കോളണം. പിന്നെ ഉള്ളത് അതർ വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റംസ്, അതായത് കമ്പനി ഒരു ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ട് പോകാൻ നേരത്ത് അതിന് ഒരുപാട് ഇടയിൽ ചിലവുകൾ വരും. അപ്പോൾ ആ ചിലവുകൾ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പൈസകൾ ചിലപ്പോൾ
ലിക്വിഫൈ ചെയ്തെടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അങ്ങനെ പല പല വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പം അതിൽ പറഞ്ഞ ക്യാഷ് ഫ്ലോ, അതായത് അതിൽ നിന്ന് പൈസ വന്നിട്ടുണ്ടോ അതിലോട്ട് പൈസ പോയിട്ടുണ്ടോ എന്നല്ല ഇതിൽ കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ ക്രോണീകരിച്ചാണ് ഇവർ ഈ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് മൊത്തത്തിലൊരു ടോട്ടൽ എമൗണ്ട് ആയിട്ട് ഈ ഫസ്റ്റ് കൊടുത്തിരുന്നത്. ഓക്കെ, നമുക്കത് മിനിമൈസ് ചെയ്യാം. അടുത്ത് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, അതായത് എന്തെങ്കിലും ബിസിനസ്സിലോട്ട് പൈസ ഇടുക. അത് അവരുടെ സ്വന്തം ബിസിനസ്സിലോട്ട് പൈസ ഇടുന്നതാവട്ടെ, അതല്ലെങ്കിൽ വേറെ വല്ല ബിസിനസ്സിലോട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പൈസ ഇടുന്നതാവട്ടെ, എവിടെയെങ്കിലും മാർക്കറ്റിലോ അങ്ങനെ വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാവട്ടെ, അതെല്ലാം ഈ ബിസിനസ് ക്യാഷ് ഫ്രം ബിസിനസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്തുനിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഫിക്സഡ് അസറ്റ് പർച്ചേസ്ഡ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം നെഗറ്റീവിലാണ്, ഇവരിൽ നിന്ന് പൈസ പോയിട്ടുള്ളതാണ്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനിയുടെ ഒരു ഫാക്ടറി ആവട്ടെ, സ്ഥലം ആവട്ടെ, ഇതെല്ലാമാണ് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർ മുടക്കിക്കുന്ന പൈസ കഴിഞ്ഞ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ഇയറിൻ്റെ അകത്ത് 51 crore മനസ്സിലായി. അതായത് ഈ കമ്പനി അവരുടെ ഫിക്സഡ് അസറ്റ്സായിട്ട് ഭയങ്കരമായിട്ട് പൈസ ഇടുന്നുണ്ട്. അതിന് മുമ്പൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള പൈസ ഇട്ടുകൊണ്ടിരുന്നിടത്ത് പെട്ടെന്നൊരു ഹെവി അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. അതൊരു പോയിന്റ്. പിന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതായത് ഇവർ നേരത്തെ വല്ല ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെന്ന് എവിടെയെങ്കിലും ഒരു ബോണ്ടിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ എവിടെയെങ്കിലും പൈസ ഇട്ടിരുന്നതെന്ന് അവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടോ, അതാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അത് മിക്കവാറും പോസിറ്റീവിലായിരിക്കും, കാരണം അത് ഇങ്ങോട്ട് കിട്ടിയ പൈസയാണ്, ബാക്കിയൊക്കെ അങ്ങോട്ട് പോയ പൈസയാണ്. ഇനി അതർ ഇൻവെസ്റ്റിംഗ് ഐറ്റംസ്, വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് ഇതുപോലെ വന്നിട്ടുണ്ടോ, അതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് മിനിമൈസ് ചെയ്യാം. ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി, അതായത് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഷെയർസ്, പ്രൊസീഡിങ്സ് ഫ്രം ഷെയർസ്, അതായത് ഷെയർസ് പുതുതായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഷെയർ വിറ്റോ മാർക്കറ്റിൻ്റെ അകത്ത് ഷെയർ വിറ്റോ പുതുതായിട്ട് ക്യാഷ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വന്ന ക്യാപിറ്റൽ. പിന്നെ ബോറോയിങ്സ്, കടം വാങ്ങിച്ച് എവിടെന്നെങ്കിലും പൈസ എടുത്തിട്ടുണ്ടോ, ആ വന്നത്. റീപേയ്മെൻറ്റ് ഓഫ് ബോറോയിങ്സ്, അങ്ങോട്ട് വേറെ എവിടെയെങ്കിലും കൊടുത്തതോ അല്ലെങ്കിൽ എന്താ പറയുക നേരത്തെ വാങ്ങിച്ച കടങ്ങൾ തിരിച്ചു അടയ്ക്കുന്നത്, അതെല്ലാം റീപേയ്മെൻറ്റ് ഓഫ് ബോറോയിങ്സിൻ്റെ അകത്ത് വരും. ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ, അതായത് എന്താ പറയുക നമ്മൾ കടം വാങ്ങിച്ച് വെച്ചിട്ട് അതിൻ്റെ പലിശ മാസം കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കൊടുത്തത്, അത് ഇൻട്രസ്റ്റ് പെയ്ഡിൻ്റെ അകത്ത് വരും. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിക്കകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവിടെ നെറ്റ് ക്യാഷ് ഫ്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റുന്നത്. എല്ലാവരും പറയും നെറ്റ് ക്യാഷ് ഫ്ലോ പോസിറ്റീവിലായിരിക്കുന്ന ഒരു കമ്പനി ആയിരിക്കും നല്ലതെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. ഒരു കമ്പനി അതിൻ്റെ ഗ്രോയിങ് പീരീഡിൻ്റെ അകത്ത് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, കൂടുതൽ പൈസ ചിലപ്പോൾ അവർക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കടം എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നേരത്ത് അവർക്ക് എപ്പോഴും നെറ്റ് ക്യാഷ് ഫ്ലോ പോസിറ്റീവിൽ തന്നെ വയ്ക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, ഇനി നമ്മളൊരു കമ്പനീനെ അനലൈസ് ചെയ്യാൻ നേരത്ത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ROIC. ഇത് കണ്ടോ ROIC. നമ്മൾ ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സിൽ ROE എന്താണെന്ന് നോക്കിയായിരുന്നു, ROCE എന്താണെന്ന് നോക്കിയായിരുന്നു. പക്ഷെ നമ്മൾ ROIC നോക്കിയില്ല. ROIC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ROIC എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. ഓക്കെ, സോറി, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, അതാണ് ROIC കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ROE എന്ന് പറയുന്നത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി ക്യാപിറ്റൽ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്ത് എത്ര പൈസ എടുത്തു, അതിന് നമ്മൾ എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മൾ ROE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ROCE എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബിസിനസ്സിൽ മൊത്തം എത്ര പൈസ ഇട്ടു, ആ പൈസ ഇട്ട കണക്ക് എങ്ങനെയാണ് വരുന്നത്, അത് നമ്മുടെ ഈ ഇക്വിറ്റി ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിലാണ് ഇട്ടത്. ബിസിനസ് ഇടാൻ വേണ്ടിയാണ് നമ്മൾ ആ പൈസ റൈസ് ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മൾ എത്ര കടം എടുത്തു അതുകൂടെ ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ ROCE എന്ന് പറയുന്നത്. ഇനി ഈ ROIC എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് എത്രയുണ്ട്, നമ്മുടെ ഫിക്സഡ് അസറ്റ്സ്, അതായത് നമ്മളൊരു പ്രോപ്പർ വസ്തു വാങ്ങി അല്ലെങ്കിൽ ഒരു ഫാക്ടറി പണിതു, ഇങ്ങനെ നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് എത്രയുണ്ട്, ഈ ഫിക്സഡ് അസറ്റ്സ് പ്ലസ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ
ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഇത് രണ്ടിനും കൂടെ നമ്മൾ എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ROIC എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ഈ അതർ അസറ്റ്സും അതർ ലയബിലിറ്റീസ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും. കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷത്തിൻ്റെ അകത്ത് ഇത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് അത് ടൈപ്പ് ഓഫ് സമ്പാദ്യമായിരിക്കും. മീൻസ് അത് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഇൻവെൻട്രി ആയിരിക്കും, നമ്മുടെ കയ്യിലുള്ള നമുക്ക് ആരെങ്കിലും തരാനുള്ള പൈസ ആയിരിക്കും, അങ്ങനെ പലതും ആയിരിക്കും. ഇത് നമുക്ക് ഒരു വർഷത്തിൻ്റെ അകത്ത് ലിക്വിഫൈ ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അതേ കണക്ക് അത് പലരും തരാനുള്ളതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഇതായിരിക്കാം. ഒരു വർഷത്തിൻ്റെ നമ്മൾ തിരിച്ച് കൊടുത്തു തീർക്കാനുള്ളതിനെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഈ സാധനങ്ങൾ നമ്മൾ എന്തിനാണ് ഈ അസറ്റ്സ് വച്ചേക്കുന്നത്, എന്തിനാണ് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങളായിരിക്കും, അങ്ങനെ പലതും ആയിരിക്കാം. അത് നമുക്ക് വിറ്റ് പൈസ ആക്കാനുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കാര്യമാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. അത്രയും പൈസയാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് ക്യാപിറ്റലിനും ഈ ഫിക്സഡ് അസറ്റ്സിനും അപ്പം ആക്ച്വലി എന്താണ്, ഒരു സെക്കൻഡ്, ഫിക്സഡ് അസറ്റ്സും പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇത് രണ്ടും കൂടെയാണ് നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. ഈ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന് നമ്മൾ എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മൾ ROIC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഷെയർ ക്യാപിറ്റലും റിസർവും ഇത് നമ്മൾ റൈസ് ചെയ്ത പൈസയാണ്. പക്ഷേ ഇത് മൊത്തം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും പെട്ടുപോയിരിക്കും. പക്ഷേ ആക്ച്വലി നമ്മൾ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്, അത് നമ്മുടെ ഫിക്സഡ് അസറ്റ്, നമ്മൾ എന്താണ് വാങ്ങിയ സ്ഥലം കാര്യങ്ങൾ, പിന്നെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മുടെ ഈ എക്സ്പെൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപിറ്റൽ കാണും. നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ക്യാപിറ്റൽ ആവശ്യമുണ്ടല്ലോ, ആ ക്യാപിറ്റലാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ക്യാഷ് ഫ്ലോ എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഫ്രീ ക്യാഷ് ഫ്ലോ, നമ്മളൊരു ബിസിനസ് ആക്ച്വലി എന്തിനാണ് തുടങ്ങുന്നത്, നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്ക് സാലറി കിട്ടും, കാര്യങ്ങൾ കിട്ടും, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ബിസിനസ് തുടങ്ങുന്നത് അതൊരു അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ക്യാഷ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങി, അതിൽ കച്ചവടം നടത്തി, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി. ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എല്ലാ രീതിയിലുള്ള നമ്മുടെ എക്സ്പെൻസും കഴിഞ്ഞിട്ട് ചിലപ്പം കുറച്ച് പൈസ നമുക്ക് റീഇൻവെസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ ബിസിനസ് ഇനിയും വലുതാക്കാൻ വേണ്ടി, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പൈസ റീഇൻവെസ്റ്റഡ് ഒക്കെ ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിച്ചം വരുന്ന പൈസ, അതിനാണ് നമ്മൾ ആക്ച്വലി ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മളതിൽ മിച്ചം വരുന്ന ഫ്രീ ക്യാഷ്. കാരണം ഈ ഫ്രീ ക്യാഷ് ഓരോ കമ്പനിയിലും കൂടുന്നതിനനുസരിച്ച് കമ്പനികൾ കൂടുതൽ ഡിവിഡൻറ്റുകൾ കൊടുക്കും, അവർ കൂടുതൽ ബൈബാക്കുകൾ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ കമ്പനിയിൽ ഒരു ഫ്രീ ക്യാഷ് വേണം. ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിറ്റ് ലാസ്റ്റ് അൾട്ടിമേറ്റ്ലി കിട്ടണമെങ്കിൽ കമ്പനിയുടെ ഫ്രീ ക്യാഷ് ഫ്ലോ കൂടിയിരിക്കണം. അപ്പം ഫ്രീ ക്യാഷ് ഫ്ലോ നന്നായിട്ട് വരുന്ന രീതിയിലുള്ള ബിസിനസ്സുകൾ, അല്ലെങ്കിൽ നന്നായിട്ട് ഫ്രീ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ബിസിനസ്സുകളായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. നമ്മളൊരു ഡിവിഡൻറ്റ് ഇൻവെസ്റ്റിംഗ് ഒക്കെ ഉള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി കമ്പനി ഫ്രീ ക്യാഷ് ഫ്ലോ എത്ര ജനറേറ്റ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും കാര്യങ്ങളൊക്കെ. അപ്പം ഫ്രീ ക്യാഷ് നല്ല രീതിയിലുള്ള കമ്പനീസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത്, നമുക്ക് സ്ക്രീനറിലൊക്കെ നോക്കാൻ നേരത്ത് ഇതിലാണ് നമ്മൾ CMB പെർ ഫ്രീ ക്യാഷ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. പക്ഷേ ഇതൊരു ഗ്രോത്ത് ഫേസിലുള്ള കമ്പനീസിൽ നമുക്കിത് ആപ്റ്റ് ആവത്തില്ല. അതേസമയത്ത് ഒരു നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുള്ള കമ്പനീസിൽ നമുക്ക് നോക്കാൻ പറ്റും.
ഈ CMB പെർ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇപ്പോൾ ഉള്ള ഷെയർ പ്രൈസിന് കമ്പനി എത്ര ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിന് 251 രൂപ നമ്മൾ, ഇതിപ്പോൾ വെർട്ടോസൺ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇവിടെ നമ്മൾ 251 രൂപ മുടക്കി ഇതിൻ്റെ ഒരു ഷെയർ മേടിക്കാൻ നേരത്ത് ഈ ഒരു ഷെയറിൻ്റെ മേലിൽ കമ്പനി ആക്ച്വലി നെഗറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ ആണ് ഉണ്ടാക്കുന്നത്. അതായത് -29 രൂപ നെഗറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ ആണ്, പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ അല്ല. കമ്പനി ആ ഒരു ഷെയറിൻ്റെ മേലെ ഒരു പൈസയും ഉണ്ടാക്കുന്നില്ല. അതേസമയത്ത് ഇതൊരു ഗ്രോത്ത് ഫേസിലുള്ള കമ്പനി ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അല്ലാതെ ഗ്രോയിങ് കമ്പനീസിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ കാണാൻ പറ്റും. ഓക്കെ, ഇനി കമ്പനീസ് അനലൈസ് ചെയ്യാൻ നേരത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഓക്കെ, OPM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കച്ചവടം നടന്നു, സെയിൽസ് എക്സ്പെൻസ് ഉണ്ടായി. സെയിൽസ് നടക്കാൻ നേരത്തെ അതിന് തുല്യമായിട്ടുള്ള എന്താ പറയുക എക്സ്പെൻസും വരും, ചിലവുകളും വരും. അപ്പം ഈ ചിലവുകളും ഇതും തമ്മിലുള്ള അന്തരം, ഡിഫറൻസിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്, അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ OPM, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഇപ്പം 100 രൂപയ്ക്ക് 120 രൂപ വരെ കച്ചവടം നടന്നു, 100 രൂപ എൻ്റെ ചിലവ്, അങ്ങനെ വരാൻ നേരത്ത് 20 രൂപ എൻ്റെ പ്രോഫിറ്റ്, അതിന് 20% എന്ന് പറഞ്ഞാൽ അതെൻ്റെ OPM, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഇതേ സെയിം കാര്യത്തിന് തന്നെ നമ്മൾ വേറെ രീതിയിൽ കൂടെ കാണണം, നെറ്റ് പ്രോഫിറ്റ്. കാരണം ഇവിടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് ഈ പറഞ്ഞ കാര്യം. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് അതർ ഇൻകത്തിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവിടെ നമ്മുടെ പൈസ പോകും. അത് വേറെ എന്തെങ്കിലും ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ പൈസ, ഇത് നമ്മുടെ മെയിൻ കോർ ബിസിനസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും ബിസിനസ്സിലോ കാര്യങ്ങളിലൊക്കെ നമ്മൾ പൈസ ഇട്ടിട്ടുണ്ട്, അവിടെ നഷ്ടം വരാത്ത നമ്മളെ പൈസ പോകും. നമ്മൾ ലോണുകൾ എടുത്തിട്ടുള്ള അതിൻ്റെ ഇൻട്രസ്റ്റുകൾ പോകാൻ നേരത്ത് അവിടെ നമ്മുടെ പൈസ പോകും. ഇതൊന്നും നമ്മുടെ ഈ ആക്ച്വൽ എക്സ്പെൻസിൻ്റെ അകത്ത് വരത്തില്ല, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ അകത്ത് വരത്തില്ല. പിന്നെ ഡിപ്രിഷിയേഷൻ, നമ്മുടെ മെഷീനുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന തേയ്മാനം, ഇതിനെല്ലാത്തിനും നമ്മളൊരു പൈസ മാറ്റി വയ്ക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ പിന്നീട് ലാസ്റ്റ് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ കാട്ടിയും വളരെ ചെറിയൊരു തുകയായിരിക്കും. അപ്പോൾ അത് ഈ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഇതാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, NPM. ഇവിടെ നമ്മൾ OPM ആണ് നോക്കിയത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഇത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, അതായത് ലാസ്റ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഉള്ള വരുന്ന മാർജിൻ എത്രയാണ്, ഡിഫറൻസ് എത്രയാണ്, അതിനാണ് നമ്മൾ NPM എന്ന് പറയുന്നത്. ഇത് ബാങ്കുകളിലോട്ട് വരാൻ നേരത്ത് ഫിനാൻസ് കമ്പനികളാണ് നമ്മൾ നോക്കണമെങ്കിൽ, ഒരു എക്സാമ്പിളാണ് ഒരു ഫിനാൻസ് കമ്പനി നമുക്ക് എടുത്ത് നോക്കാം, HDFC ബാങ്കിനെ നോക്കാം. ബാങ്കുകളിലോട്ട് വരാൻ നേരത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്നല്ല പറയുന്നത്, നമ്മൾ പകരം പറയുന്നത് ഫിനാൻസിങ് മാർജിൻ എന്നാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ഫിനാൻസിങ് മാർജിൻ, മറ്റേത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഇത് ഓപ്പറേറ്റിംഗ് ഫിനാൻസ് മാർജിൻ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവർ വേറെ എവിടെന്നെങ്കിലും പൈസ റൈസ് ചെയ്യുന്നു, ചെറിയ തുകയ്ക്ക് പൈസ റൈസ് ചെയ്യുന്നു, ചെറിയ പലിശയ്ക്ക് പൈസ റൈസ് ചെയ്തിട്ട് അതിന് വലിയ തുകയ്ക്ക് ഇവർ വേറെ എവിടെയെങ്കിലും ലോണിന് കൊടുക്കുന്നു. അതുകൊണ്ട് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് ഓപ്പറേറ്റിംഗ് ഫിനാൻസ് മാർജിൻ. ഇത് സെയിം നേരത്തെ സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റുമായിട്ട് നോക്കാൻ നേരത്തെ, നെറ്റ് പ്രോഫിറ്റുമായിട്ട് എത്ര മാർജിൻ നോക്കാൻ നേരത്തെ അവിടെ നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്നാണ് ഇതിനെ പറയുന്നത്, NIM. ഇവിടെ അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വന്ന സ്ഥലത്ത് ഓപ്പറേറ്റിംഗ് ഫിനാൻസ് മാർജിൻ എന്ന് മാറും, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് വന്നെടുത്ത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്നും ഇവിടെ നമ്മൾ ഇതിനെ മാറ്റി പറയേണ്ടി വരും ഫിനാൻസ് കമ്പനികളിൽ നോക്കാൻ നേരത്ത്. ഓക്കെ, അധികം ആരും നോക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് CWIP, അതായത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. അതായത് ഇവരെവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ ഒരു ബിൽഡിങ് പണിയാൻ വേണ്ടി അവർ തുടങ്ങി, പക്ഷേ ആ ബിൽഡിങ് എന്താ പറയുക പണി പൂർത്തിയായില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് കമ്പനിക്കൊരു റവന്യൂ ഒന്നും കിട്ടിത്തുടങ്ങിയില്ല. അപ്പോൾ ആ സമയത്ത് അവരതിനുവേണ്ടി മുടക്കിയ പൈസേനെ ഇതിൻ്റെ അകത്താണ് കാണിക്കുന്നത്. ഈ ഒരു CWP എന്ന് പറയുന്ന ഒരു പോർഷൻ്റെ അകത്തായിരിക്കും കാണിക്കുന്നത്. അത് അവിടെ ബിസിനസ് സ്റ്റാർട്ടായിട്ടില്ല, സ്റ്റാർട്ടാകാൻ പോകുന്നേ ഉള്ളൂ, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ,